Good morning, students. Today we are going to study about the design of welded connections. So before we go into the details of the design of welds, it is very important that we understand the assumptions in the design. So ഈ വെൽഡഡ് കണക്ഷൻ്റെ ഡിസൈനിൽ പ്രധാനമായും എന്തൊക്കെ അസംഷൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം. എങ്കിലേ നമ്മുടെ ഡിസൈനിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എല്ലാം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. സോ ഇതിനകത്ത് എന്തൊക്കെ അസംഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. ഫസ്റ്റ് അസംഷൻ ഈസ് വെൽഡ്സ് കണക്റ്റിംഗ് ദ വേരിയസ് പാർട്സ് ആർ ഹോമോജീനസ്, ഐസോട്രോപിക് ആൻഡ് ഇലാസ്റ്റിക്. അതായത് വെൽഡ് കണക്ഷൻ, അതിൽ വെൽഡ് എന്ന് പറയുന്ന വെൽഡ് മെറ്റൽ, ആ വെൽഡ് മെറ്റൽ എന്താണ്? ആ വെൽഡ് മെറ്റൽ എന്ന് പറയുന്നത് ഒരു ഹോമോജീനസ്, ഐസോട്രോപിക് ആൻഡ് ആൻ ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണ് എന്നാണ് പ്രധാനപ്പെട്ട ഫസ്റ്റ് അസംഷൻ. ഓക്കെ, സോ ആ വെൽഡ് മെറ്റൽ, രണ്ട് പാർട്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന വെൽഡ് മെറ്റൽ ഹോമോജീനസ്, ഐസോട്രോപിക് ആൻഡ് ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. അപ്പോൾ എന്താണ് ഹോമോജീനസ്? അത് മനസ്സിലാക്കുക. ഈ ഫിഗർ നോക്കുക. ഈ ഫിഗറിൽ എന്താണ് ഹോമോജീനസ് എന്ന് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, ഇവിടെ നോക്കുക. നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് ഈ കറുത്ത ലൈനിലൂടെ സഞ്ചരിക്കുകയാണെന്ന് വയ്ക്കുക. നമ്മൾ നേരെ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? നമുക്കൊരു ബ്ലാക്ക് ലൈൻ മാത്രമേ ഈ അവസാനം വരെ, താഴെ നിന്നും മുകളിൽ വരെയും കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി മറ്റൊരു ഇൻസ്റ്റന്റ് എടുക്കുക. നമ്മൾ ഈ വെളുത്ത ലൈനിലൂടെയാണ് സഞ്ചരിക്കുക എന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യം മുതലും അവസാനം വരെയും നമ്മൾ കാണുന്നത് എന്തായിരിക്കും? ഈ വെളുത്ത നിറത്തിലുള്ള ലൈനിനെ മാത്രമായിരിക്കും. പക്ഷേ നമ്മൾ ഇടത് നിന്ന് വലത്തോട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്? വെളുത്തതും കറുത്തതുമായ ലൈൻസ് ഓൾട്ടർനേറ്റ് ആയിട്ട് മാറി മാറി വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിനർത്ഥം എന്താണ്? നമുക്ക് ഒരു ദിശയിൽ മാത്രം ഈ കളർ, അതായത് വെളുപ്പ് അല്ലെങ്കിൽ കറുപ്പ്, സെയിം ആയി നമുക്ക് ഫീൽ ചെയ്യും. ദാറ്റ് ഈസ് along a particular direction you feel that the properties remain the same. So properties remain the same only about one particular direction. അതിനെയാണ് ഹോമോജീനസ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ദിശയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതിലെ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആണ് എന്ന് മനസ്സിലാകുന്നു. അതിനെയാണ് ഹോമോജീനസ് എന്ന് പറയുന്നത്. എന്താണ് ഐസോട്രോപിക്? രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഐസോട്രോപിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഐസോട്രോപിക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളിവിടെ നോക്കുക. ഈ രണ്ടാമത്തെ ഫിഗറിൽ നടുക്ക് ഒരു ചുവന്ന പൊട്ടുണ്ട്. ഈ സെൻട്രൽ റെഡ് പോയിന്റിൽ നിന്നും ഒരു വ്യക്തി ചുറ്റുപാടും നോക്കുകയാണ്, എല്ലാ ദിശകളിലേക്കും നോക്കുകയാണ്. എല്ലാ ദിശയിൽ നോക്കുമ്പോഴും അയാൾക്ക് ഒരേ നിറത്തിലുള്ള ലൈനുകളാണോ കാണുന്നത്? അതെ, ഒരേ നിറത്തിലുള്ള ലൈനുകളാണ് കാണുന്നത്. സോ അയാൾ മുന്നിലേക്ക് നോക്കിയാലും, ഇടത്തേക്ക് നോക്കിയാലും, വലത്തേക്ക് നോക്കിയാലും, പുറകിലേക്ക് നോക്കിയാലും അയാൾക്ക് ഈ കറുത്ത നിറത്തിലുള്ള ലൈൻസ് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അവ തമ്മിലുള്ള അകലവും ഒരേ അകലത്തിലാണെന്ന് അയാൾക്ക് മനസ്സിലാകും. ഓക്കെ, സോ ദാറ്റ് ഈസ് നോൺ ആസ് ഐസോട്രോപിക് മെറ്റീരിയൽ. ദാറ്റ് ഈസ് the property of the material remains constant in all the directions. എല്ലാ ദിശകളിലും പ്രോപ്പർട്ടി സെയിം ആണെങ്കിൽ we call such material as isotropic. ഇനി ഹോമോജീനസും ഐസോട്രോപ്പിക്കും കൂടെ ചേർന്ന ഒരു മെറ്റീരിയലാണ് നിങ്ങൾ ഈ താഴെ കാണുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ദിശയിൽ നോക്കുമ്പോൾ എല്ലാ പോയിന്റ്സിലെയും പ്രോപ്പർട്ടീസ് സെയിം ആണ്. അതുപോലെ ഒരു പോയിന്റിൽ നിന്നും മറ്റെല്ലാ ദിശകളിലേക്ക് നോക്കുമ്പോഴും അതിൻ്റെ പ്രോപ്പർട്ടീസ് സെയിം ആണ്. സോ ദാറ്റ് ഈസ് ഹോമോജീനസ് ആൻഡ് ഐസോട്രോപിക്. നമ്മുടെ വെൽഡ് ചെയ്ത ആ മെറ്റൽ എന്ന് പറയുന്നത് ഹോമോജീനസ് മെറ്റീരിയലുമാണ്, ഐസോട്രോപിക് മെറ്റീരിയലുമാണ്. മാത്രമല്ല ഇറ്റ് ഈസ് ആൻ ഇലാസ്റ്റിക് മെറ്റീരിയൽ ഓൾസോ. ഇലാസ്റ്റിക് മനസ്സിലാക്കാനാണ് ഈ മൂന്നാമത്തെ ഫിഗർ. ഇവിടെ നോക്കുക. നമ്മളൊരു ഇലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞാൽ ആ ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഈ രണ്ടാമത് കാണുന്ന പോലെ ഈ ബോഡിക്ക് ഒരു ഡീഫോർമേഷൻ സംഭവിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ആ അപ്ലൈ ചെയ്ത ഫോഴ്സ് നീക്കം ചെയ്യുകയാണെങ്കിൽ ദ ബോഡി ഷാൽ റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. അത് അതിൻ്റെ യഥാർത്ഥ ഷേപ്പിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെയുള്ള ഒരു ബോഡിയും കൂടെയാണ് നമ്മുടെ വെൽഡ് മെറ്റൽ.
Okay, so the weld metal is homogeneous, isotropic and elastic. അതാണ് first and foremost assumption in the design of welds. ഇനി രണ്ടാമത്തെ അസംഷൻ നമ്മൾ ഈ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാർട്സിനെ കുറിച്ചുള്ള അസംഷൻ ആണ്. സോ ആദ്യത്തത് വെൽഡ് മെറ്റലിനെ കുറിച്ചുള്ള അസംഷൻ ആയിരുന്നു. രണ്ടാമത്തത് ദ പ്ലേറ്റ്സ് ഓർ ദ പാർട്സ് വിച്ച് വി ആർ യൂസ്ഡ് ടു കണക്ട്. ഈ അസംഷൻ പ്രകാരം ഈ മെറ്റൽ പാർട്സ് നമ്മൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ട് മെറ്റൽ പാർട്സ് എന്ന് പറയുന്നത് ദേ ആർ റിജിഡ്. ഓക്കെ, ദേ ആർ റിജിഡ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ ഡിഫോർമേഷൻ ഇൻ ദ പാർട്സ് ഈസ് നെഗ്ലിജിബിൾ. ആ പാർട്സിന് ഡീഫോർമേഷൻ ഉണ്ടായാൽ തന്നെയും ആ ഡീഫോർമേഷൻ നമുക്ക് പരിഗണിക്കേണ്ടിയില്ല, അത് വളരെ വളരെ ചെറുതായിരിക്കും. അതിനാണ് നെഗ്ലിജിബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, so first assumption was about the weld metal and the second about the parts used to weld, parts between which we connected. Okay, നമ്മൾ കണക്ട് ചെയ്ത പാർട്സിനെയാണ് ഇവിടെ രണ്ടാമത്തെ അസംഷൻ ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ ഈ വെൽഡുകളിൽ വരുന്ന സ്ട്രെസ്സുകളെ കുറിച്ചുള്ള ഒരു അസംഷനാണ്. സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ അസ്യൂം ചെയ്യുന്നത് ഈ വെൽഡിൽ വരാൻ സാധ്യതയുള്ള സ്ട്രെസ്സുകൾ പ്രധാനമായും എക്സ്റ്റേണൽ ഫോഴ്സുകൾ കൊണ്ടുള്ള സ്ട്രെസ്സുകളായിരിക്കും. അതായത് the effect of residual stresses, stress concentration and the shape of the weld are neglected. അതായത് നമ്മുടെ വെൽഡിനെ സംബന്ധിച്ചിടത്തോളം ചില ഇന്റേണൽ സ്ട്രെസ്സുകളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത് ദ ഇഫക്റ്റ് ഓഫ് റെസിജ്വൽ സ്ട്രെസ്. റെസിജ്വൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു മെറ്റീരിയലിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ ആ ഫോഴ്സ് കാരണം ആ മെറ്റീരിയലിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് ആ ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ പൂർണ്ണമായും ആ സ്ട്രെസ് ആ മെറ്റീരിയലിൽ നിന്നും റിലീവ് ചെയ്ത് പോയിട്ടുണ്ടാവും എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ റിമൂവ് ചെയ്താൽ പോലും, ഫോഴ്സ് റിമൂവ് ചെയ്താൽ പോലും സ്ട്രെസ് പൂർണ്ണമായും പോകുകയില്ല. അങ്ങനെ മിച്ചമുള്ള അല്ലെങ്കിൽ ബാക്കി വരുന്ന സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് റെസിജ്വൽ സ്ട്രെസ്. ഓക്കെ, സോ അങ്ങനെ റെസിജ്വൽ സ്ട്രെസ്സുകൾ എന്തെങ്കിലും വെൽഡ് മെറ്റലിലോ അല്ലെങ്കിൽ മെറ്റീരിയൽസിലോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇഫക്റ്റുകളൊന്നും നമ്മൾ ഈ ഡിസൈനിൽ പരിഗണിക്കുന്നതല്ല. ഓക്കെ, ദേ ആർ ഓൾ നെഗ്ലക്റ്റഡ്. ഇനി രണ്ടാമത് സ്ട്രെസ് കോൺസെൻട്രേഷൻ. സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മെറ്റീരിയലിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രമായി സ്ട്രെസ് കൂടുതലായി വരുന്ന ഒരു സാഹചര്യം. അങ്ങനെയുള്ള കേസുകളും നമ്മളിവിടെ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ ഷേപ്പ് ഓഫ് വെൽഡ്. വെൽഡിൻ്റെ ഷേപ്പിനും വലിയ പ്രസക്തി നമ്മളിവിടെ കൊടുക്കുന്നില്ല. സോ അതിനെയാണ് പറയുന്നത് വി ആർ കൺസിഡർ ഓൺലി ദ സ്ട്രെസ്സസ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫോഴ്സസ്. Okay, so these are the three important assumptions in the design of welds. Now let us first discuss about the design of groove weld. Groove weld എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. groove weld എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലേറ്റ്സിനെ ഒരേ പ്ലെയിനിൽ കീപ്പ് ചെയ്ത് അതിൻ്റെ വശങ്ങൾ തമ്മിൽ വെൽഡ് ചെയ്യുന്നതിനാണ് ഗ്രൂവ് വെൽഡ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചത് പ്രകാരം അത് ബഡ് ജോയിന്റുകൾക്ക് വേണ്ടിയാണ് ഈ വെൽഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഈ വെൽഡുകളെ എങ്ങനെ ഡിസൈൻ ചെയ്യാം? അപ്പോൾ ഡിസൈനിൻ്റെ ആവശ്യമുള്ള ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. സോ ഈ ഫിഗറിൽ കാണുന്നതാണ് ഗ്രൂവ് വെൽഡ്. രണ്ട് പ്ലേറ്റ്സിനെ ഒരേ പ്രതലത്തിൽ വെച്ച് നമ്മൾ ഈ വശങ്ങൾ മാത്രം വെൽഡ് ചെയ്യുന്നതിനാണ് ഗ്രൂവ് വെൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ പ്രത്യേകത, ഈ ഗ്രൂവ് വെൽഡിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഡിസൈന് വേണ്ടി പരിഗണിക്കുമ്പോൾ ഈ ഗ്രൂവ് വെൽഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഗ്രൂവ് വെൽഡിലെ വെൽഡ് മെറ്റൽ എന്ന് പറയുന്നത് അത് അതിൻ്റെ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ച രണ്ട് പ്ലേറ്റ്സ് അല്ലെങ്കിൽ പാരന്റ് മെറ്റലിന്റെ അതേ സ്വഭാവം തന്നെയാണ് ഗ്രൂവ് വെൽഡ് മെറ്റലിനും ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ എടുക്കുന്ന അസംഷൻ. ഓക്കെ, സോ ദ പ്രോപ്പർട്ടി ഓഫ് ദ വെൽഡ് മെറ്റൽ വിൽ ബി ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദ പാരന്റ് മെറ്റൽ. പാരന്റ് മെറ്റലിന്റെ അതേ പ്രോപ്പർട്ടീസും ആയിരിക്കും വെൽഡ് മെറ്റലിനും ഉണ്ടാവുക എന്നാണ് നമ്മൾ ഫസ്റ്റ് അസംഷൻ എടുക്കുന്നത്. സോ ദ പാരന്റ് മെറ്റൽ, so here we consider that the groove weld will be treated as the parent metal with a thickness equal to the throat thickness. Throat thickness എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പാരന്റ് മെറ്റലിന്റെ അതേ തിക്നെസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഫിഗറിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ ഇതിനിടയ്ക്കുള്ള ഈ ഷെയ്ഡഡ് റീജിയൻ ആണ് വെൽഡ് മെറ്റൽ. ഈ പോർഷനാണ് വെൽഡ് ചെയ്ത പ്രദേശം. ഓക്കെ, ഈ വെൽഡ് മെറ്റലിന്റെ തിക്നെസ് എന്ന് പറയുന്നത് here we approximately consider it to be the thickness of the parent metal itself. Okay, parent metalന്റെ അതേ തിക്നെസ് തന്നെയാണ് എന്ന് അസ്യൂം ചെയ്താണ് നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി
വേറൊരു അസംഷനും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് ദ സ്ട്രെസ്സസ് ഷാൽ നോട്ട് എക്സീഡ് ദോസ് പെർമിറ്റഡ് ഇൻ ദ പാരന്റ് മെറ്റൽ. അതായത് ഈ മെറ്റലിൽ, വെൽഡ് മെറ്റലിൽ വരുന്ന സ്ട്രെസ് ഒരിക്കലും പാരന്റ് മെറ്റലിൽ വരുന്ന സ്ട്രെസ്സിനേക്കാളും കൂടുതലാകാൻ പാടില്ല. അതായത് ചുരുക്കം പറയുകയാണെങ്കിൽ പാരന്റ് മെറ്റൽ എന്താണോ അത് തന്നെയാവണം വെൽഡ് മെറ്റലും. ഓക്കെ, സോ പാരന്റ് മെറ്റലിന്റെ എല്ലാ ബിഹേവിയറും വെൽഡ് മെറ്റലിനും ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ഇതൊരു അഡീഷണലി നമ്മൾ വെച്ച് പിടിപ്പിച്ചതാണ് അല്ലെങ്കിൽ ജോയിൻ ചെയ്യിപ്പിച്ചതാണ് എന്നുള്ള ഒരു പരിഗണന ഇല്ലാതെ എന്താണോ പാരന്റ് മെറ്റൽ അതിന്റെ അതേ സ്ട്രെങ്ത് തന്നെ ആയിരിക്കണം വെൽഡ് മെറ്റലിനും ഉള്ളത്. ആ രീതിയിലാണ് നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഗ്രൂവ് വെൽഡ് ഈസ് ഇഫക്റ്റീവ്ലി ട്രീറ്റഡ് ആസ് ദ പാരന്റ് മെറ്റൽ ഇറ്റ് സെൽഫ്. ഓക്കെ, സോ അതാണ് അസംഷൻ. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇൻ ഗ്രൂവ് വെൽഡ്സ് the failure occurs by yielding of weld material. വെൽഡ് മെറ്റീരിയൽ ഈൽഡ് ചെയ്താണ് ഫെയിലിയർ ഉണ്ടാകുന്നത്. ഈ ഗ്രൂവ് വെൽഡ് ഫെയിൽ ആകണമെങ്കിൽ ഇത് ഈൽഡ് ചെയ്താണ് ഫെയിൽ ആകുന്നത് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഈൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പാരന്റ് മെറ്റൽ ഈൽഡ് ചെയ്യുന്നത് പോലെ വെൽഡ് മെറ്റലും ഈൽഡ് ചെയ്യും എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഗ്രൂവ് വെൽഡ് ഈസ് അസ്യൂംഡ് ടു ഫെയിൽ ബൈ ഈൽഡിങ് ഓഫ് വെൽഡ് മെറ്റൽ. ഓക്കെ, ഇത് ഈൽഡ് ചെയ്യുന്നത് കൊണ്ട് എന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് തന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ഈൽഡ് സ്ട്രെങ്ത് ആണ്. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് അല്ല, ഈൽഡ് സ്ട്രെങ്ത് ആണ്. സോ ഗ്രൂവ് വെൽഡ്സ് വിൽ ഫെയിൽ ബൈ ഈൽഡിങ്, ഹെൻസ് ഈൽഡ് സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഈൽഡ് സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ പാരാമീറ്റേഴ്സിനെ ഡിവൈസ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഗ്രൂവ് വെൽഡിൽ 3 തരത്തിലുള്ള ഫോഴ്സസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ടെൻസൈൽ ഫോഴ്സ്, കംപ്രസീവ് ഫോഴ്സ് ആൻഡ് ഷിയർ ഫോഴ്സ്. ഈ 3 തരത്തിലുള്ള ഫോഴ്സും ഈ പ്ലേറ്റിലും വരാം, അതുപോലെ ഈ ഗ്രൂവ് വെൽഡിലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ഫോഴ്സ് അനുസരിച്ച് ഇതിനെ ഡിഫറെൻ്റ് ആയിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. സോ ആദ്യം നമ്മൾ പരിഗണിക്കുന്നത് ഇഫ് ദ വെൽഡ് ഈസ് സബ്ജക്റ്റഡ് ടു ടെൻഷൻ ഓർ കംപ്രഷൻ. ടെൻസൈൽ ഫോഴ്സോ കംപ്രസീവ് ഫോഴ്സോ ആണ് ഈ വെൽഡിൽ വരുന്നതെന്ന് വെക്കുക. അതിനു വേണ്ടിയാണ് ഈ രണ്ടാമത്തെ ഫിഗർ. ഈ രണ്ടാമത്തെ ഫിഗർ നോക്കുക, 2 പ്ലേറ്റ്സിനെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചു ബൈ വെൽഡിങ്, ഗ്രൂവ് വെൽഡിങ്. ദിസ് പ്ലേറ്റ്സ് ആർ സബ്ജക്റ്റഡ് ടു ടെൻസൈൽ ഫോഴ്സ്. 2 പ്ലേറ്റിനെ ഇരുവശങ്ങളിലേക്ക് നമ്മൾ സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഡിസൈൻ സ്ട്രെങ്ത്? ഡിസൈൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എഴുതുന്നത്. ദ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ്. വെൽഡിന്റെ സ്ട്രെങ്ത് എന്താണ്? TDW. TDW. ഇത് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് സബ്ജക്ട് ടു ടെൻഷൻ ഓർ കംപ്രഷൻ ആയതുകൊണ്ടാണ് ഇതിനെ ക്യാപിറ്റൽ T എന്ന് പറഞ്ഞു എഴുതുന്നത്. ഓക്കെ, ഈ സ്ട്രെങ്തിനെ T കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് ടെൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ക്യാപിറ്റൽ T കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ കൂടെ DW, D എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത് ഡിസൈൻ സ്ട്രെങ്ത് ആയതുകൊണ്ടാണ്. ആൻഡ് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് എന്ന് കൊണ്ട് ഉദ്ദേശിച്ചതാണ് W. ഓക്കെ, TDW is the design strength of weld. ഏത് വെൽഡ്? ഗ്രൂവ് വെൽഡിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഗ്രൂവ് വെൽഡ് സബ്ജക്റ്റഡ് ടു ടെൻഷൻ is equal to Fy into Lw into Te divided by gamma mw. ഓക്കെ, നമുക്കറിയാം Fy എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ പ്രധാനപ്പെട്ട സ്ട്രെങ്ത് പാരാമീറ്റർ ഈൽഡ് സ്ട്രെങ്ത് ആയതുകൊണ്ട് Fy ഈൽഡ് സ്ട്രെങ്ത് ഓഫ് വെൽഡ് ഓർ പാരന്റ് മെറ്റൽ. ഓക്കെ, പാരന്റ് മെറ്റലോ അല്ലെങ്കിൽ വെൽഡിന്റെയോ ഈൽഡ് സ്ട്രെങ്ത് എന്താണോ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി LW, വാട്ട് ഈസ് LW? ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് വെൽഡ്. വെൽഡിന്റെ ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ദൂരമാണോ വെൽഡ് ചെയ്യുന്നത്, 2 പ്ലേറ്റ്സിനെയും ചേർത്ത് വെച്ചിട്ട് നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും വെൽഡ് ചെയ്യാം. സോ ആ ലെങ്ത് ഓഫ് വെൽഡിനെയാണ് ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് വെൽഡ്, LW എന്ന് പറയുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ ടേം TE, ദാറ്റ് ഈസ് ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് ഓഫ് വെൽഡ്. ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വെൽഡ് ചെയ്ത ഡെപ്തിനെയാണ് ഉദ്ദേശിക്കുന്നത്, ആ തിക്നെസ് ഓഫ് വെൽഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്ലേറ്റുകളുടെ പൂർണ്ണമായ ഡെപ്തിൽ ഇതൊരു കംപ്ലീറ്റ് പെനിട്രേഷൻ വെൽഡ് ആയതുകൊണ്ട് വെൽഡ് എന്ന് പറയുന്ന ഈ വെൽഡ് മെറ്റൽ ഈ 2 കണക്റ്റഡ് പ്ലേറ്റ്സിന്റെ എൻറ്റയർ ഡെപ്തിലും വെൽഡിങ് സംഭവിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് വി ക്യാൻ അപ്രോക്സിമേറ്റ്ലി ടേക്ക് ദ തിക്നെസ് ഓഫ് പ്ലേറ്റ് ആസ് ദ ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് ഓഫ് വെൽഡ്. വെൽഡിന്റെ തിക്നെസ് എന്ന് പറയുന്നത് പ്ലേറ്റിന്റെ തിക്നെസ് ആയിട്ട് തന്നെ എടുക്കാവുന്നത്. സോ Fy into LWTE divided by gamma mw. ഓക്കെ, ഗാമ mw നമ്മൾ ഓൾറെഡി
ഡിസ്കസ് ചെയ്താണ് എന്താണ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ വെൽഡ്. വെൽഡിന്റെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എന്താണ്, നമ്മൾ അത് ഡിസ്കസ് ചെയ്തതാണ്. വെൽഡിന്റെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട്. ടേബിൾ 5-ൽ രണ്ട് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി ടേബിൾ 5 ഡിസ്കസ് ചെയ്തപ്പോൾ പഠിച്ചു. അതിൽ വെൽഡിന് രണ്ട് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് 1.25, രണ്ടാമത്തത് 1.5. അത് നമ്മൾ അപ്പോഴേ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ പറയാത്തത്. 1.25 എന്നുള്ള പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ചൂസ് ചെയ്യുന്നത് ആ വെൽഡിംഗ് വർക്ക് ഷോപ്പിൽ വെച്ചാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് എ ഷോപ്പ് വെൽഡഡ് കണക്ഷൻ, then partial safety factor is 1.25. ഇനി ഫീൽഡിൽ ചെയ്ത വെൽഡ് ആണെങ്കിൽ, if it is a field welded connection, then we choose the partial safety factor gamma mw is 1.5. നമ്മൾ അതിനുള്ള കാരണവും പറഞ്ഞു. ഫീൽഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്വാളിറ്റി കൺട്രോൾ എൻഷുർ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് കൂടുതൽ സേഫ്റ്റി ഫാക്ടർ കൊടുക്കേണ്ടത് ഫീൽഡിലാണ്. ഓക്കെ, സോ ഫീൽഡ് വെൽഡ് ആണെങ്കിൽ 1.5 ആൻഡ് ഷോപ്പ് വെൽഡ് ആണെങ്കിൽ 1.25. Now, നമ്മളിപ്പോൾ പറഞ്ഞു ദിസ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് വെൽഡ് ഇഫ് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ടെൻഷൻ ഓർ കംപ്രഷൻ. ഇനി പഠിക്കാൻ പോകുന്ന സ്ട്രെങ്ത് ഓഫ് വെൽഡ് ഇഫ് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ഷിയർ. ഷിയർ ആണെങ്കിൽ നേരത്തെ അതേ ഇക്വേഷൻ തന്നെയാണ്, FY_LW_TE ഡിവൈഡ് ബൈ ഗാമ MW തന്നെയാണ് ഇവിടെയും വരുന്നത്. അത് കൂടാതെ ഡിനോമിനേറ്ററിൽ ഒരു √3 എന്നുള്ള വാല്യൂ കൂടെ വരും. സോ ഷിയർ സംഭവിക്കുമ്പോൾ, അതായത് ഈ ഫിഗർ നോക്കുക, ഈ ഫിഗർ അത് റെപ്രസെന്റ് ചെയ്യാനാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റ് മുകളിലേക്കും ഒരു പ്ലേറ്റ് താഴേക്കും മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി, അതുകൊണ്ടാണ് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ഒരു ആരോ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അബൌട്ട് ദിസ് പ്ലെയിൻ വിച്ച് പാസസ് ത്രൂ ദ വെൽഡ് മെറ്റൽ, one part is moving down and the other part is moving up. So this represents shear force. Okay, shear force ആണ് ഇവിടെ ഈ വെൽഡിൽ സംഭവിക്കുന്നത്. ഷിയർ ഫോഴ്സ് വെൽഡിൽ വരുമ്പോൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ് VDW is equal to FY_LW_TE divided by √3 gamma MW. ഓക്കെ ഓക്കെ ഇനി അടുത്തത് ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ്. ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഈ ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത് ഗ്രൂവ് വെൽഡിന്റെ തിക്നെസ് ആണ്. അത് അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഈസ് ദ തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് ഇറ്റ് സെൽഫ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ എന്താണ് ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത്, ഓരോ കേസ്, ഓരോ ടൈപ്പ് ഓഫ് കണക്ഷൻസ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ തിക്നെസ് ഓഫ് പ്ലേറ്റിന് പകരം ചെറിയ വ്യത്യാസമുള്ള ഒരു ഫോർമുല വേണം ഉപയോഗിക്കേണ്ടത്. സോ അത് നമുക്ക് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക. വളരെ സിമ്പിൾ ആണ് ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ്. ഇവിടെ നോക്കുക, ഫസ്റ്റ് കേസ്, ഒരു ചെറിയ പ്ലേറ്റ്, അതായത് കനം കുറഞ്ഞ പ്ലേറ്റ് ഒരു കനം കൂടിയ പ്ലേറ്റുമായിട്ട് ഗ്രൂവ് വെൽഡ് ചെയ്യുകയാണെന്ന് വയ്ക്കുക. ഇവിടെ ഇത് ഒരു കംപ്ലീറ്റ് പെനിട്രേഷൻ വെൽഡ് ആണ്, പൂർണ്ണമായ ഡെപ്തിലും പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ കംപ്ലീറ്റ് പെനിട്രേഷൻ വെൽഡില് വാട്ട് ഈസ് ദ ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ്? TE. ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് TE ഈസ് ഈക്വൽ ടു T1. T1 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്ലേറ്റിൽ കനം കുറഞ്ഞ പ്ലേറ്റിന്റെ കനമാണ്. ഓക്കെ, കനം കുറഞ്ഞ പ്ലേറ്റിന്റെ തിക്നെസ് ആണ് T1. ഓക്കെ, കാരണം കനം കുറഞ്ഞ പ്ലേറ്റ് ആണ് പൂർണ്ണമായും വെൽഡ് മെറ്റൽ കൊണ്ട് കവർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് the effective throat thickness is equal to T1, that is the thickness of the thinner plate. ഓക്കെ, ഇനി രണ്ട് പ്ലേറ്റ്സ് ജോയിൻ ചെയ്യുകയാണ്, രണ്ടും ഒരേ കനമുള്ള പ്ലേറ്റ് ആണ്. പക്ഷെ we have performed double penetration weld എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് വെൽഡ് ചെയ്തപ്പോൾ നമുക്ക് പൂർണ്ണമായ ഡെപ്തിലേക്ക് പോകാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ താഴെ നിന്നും കൂടെ വെൽഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഡബിൾ പെനിട്രേഷൻ വെൽഡ്. അത് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഈ ഡബിൾ പെനിട്രേഷൻ വെൽഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ദ എൻറ്റയർ ഡെപ്ത് ഓഫ് ദ അല്ലെങ്കിൽ the entire thickness of the plate will be covered by the molten weld metal. Okay, അതുകൊണ്ട് തന്നെ the effective throat thickness can be taken as the thickness of any of the plate. രണ്ട് പ്ലേറ്റിന്റെയും തിക്നെസ് തന്നെ എടുക്കാം, പൂർണ്ണമായ തിക്നെസ് തന്നെ എടുക്കാം. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കുക. ഇവിടെ രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട് യൂസിങ് സിംഗിൾ പെനിട്രേഷൻ വെൽഡ്. ഡബിൾ പെനിട്രേഷനിലെ സിംഗിൾ പെനിട്രേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. ദാറ്റ് ടു പാർഷ്യൽ പെനിട്രേഷൻ ആണ്. പൂർണ്ണമായ ഡെപ്തിലും വെൽഡ് മോൾട്ടൺ മെറ്റൽ പോയിട്ടില്ല. ഓക്കെ, വെൽഡ് മെറ്റൽ പൂർണ്ണമായ ഡെപ്തിലേക്കും പോയി ഫില്ല് ചെയ്തിട്ടില്ല.
This is a partial penetration weld. So ഓർത്തിരിക്കുക, partial penetration weld ആണെങ്കിൽ the effective throat thickness is equal to 5/8 times the thickness of the plate. പ്ലേറ്റിന്റെ thicknessന്റെ 5/8 times മാത്രമേ എടുക്കാവൂ effective throat thickness. So the effective throat thickness TE is equal to 5/8 times the total thickness of the plate in case of partial penetration weld. അതുപോലെ ഒരു പാർഷ്യൽ പെനട്രേഷൻ വെൽഡ് കേസാണ് ഇവിടെ കാണുന്നത്. ഇവിടെയും രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ബട്ട് ഡബിൾ പെനട്രേഷനും ചെയ്തിട്ടുണ്ട്. ഓക്കെ, മുകളിൽ നിന്നും താഴെ നിന്നും വെൽഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഇടയ്ക്കുള്ള ഒരു സ്പേസ് ഓപ്പൺ ആയി തന്നെ കിടക്കുകയാണ്. Okay, so this is not a complete penetration weld. This is a partial penetration weld, although double penetration is resorted to. Okay, ആ കേസിലും effective throat thickness TE is equal to 5/8 times the total thickness of the plate. പ്ലേറ്റിന്റെ thicknessന്റെ total thicknessന്റെ 5/8 times മാത്രമേ നമുക്ക് വെൽഡിന്റെ effective throat thickness ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ യു കാൽക്കുലേറ്റ് ദ throat thickness. ഈ ഏത് കേസ് ആയാലും നമ്മൾ tension or compression or shear ന്റെ equation ആയാലും effective throat thickness should be adopted from this figure. Okay, now what is effective length of weld? Okay, നമുക്ക് സാധാരണ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ്, നമ്മൾ എത്ര ദൂരം വെൽഡ് ചെയ്യുന്നു അത് തന്നെയാണ് ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ വെൽഡ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, IS കോഡിൽ ക്ലോസ് 10.5.4.2 പറയുന്ന ഒരു കാര്യമുണ്ട്. ദ ലെങ്ത് ഓഫ് വെൽഡ് should not be less than 4 times the size of weld. വെൽഡിന്റെ സൈസ് എന്ന് പറയുന്നത് എത്ര കനത്തിലാണ് വെൽഡ് ചെയ്തത്, ദാറ്റ് ഈസ് ദ ത്രോട്ട് തിക്നെസ് ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പോൾ വെൽഡിന്റെ തിക്നെസ്സിന്റെ 4 ടൈംസിനെക്കാളും കുറവാകാൻ പാടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 6 mm തിക്നെസ്സിലാണ് നമ്മൾ വെൽഡ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ത്രോട്ട് തിക്നെസ് 6 mm ആണെന്ന് വെക്കുക, എങ്കിൽ 6 into 4 24 millimeterനെക്കാളും കൂടുതലായിരിക്കണം ലെങ്ത് ഓഫ് വെൽഡ്. ഓക്കെ, ലെങ്ത് ഓഫ് വെൽഡ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 4 times the size of weld. ഓക്കെ, the length of weld 24 mm കൂടുതലായിരിക്കണം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. It should be the length of groove weld should not be less than 4 times the thickness of the weld. Now coming to design of fillet weld, നമ്മൾ groove weldന്റെ ഡിസൈൻ പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞു. ഇനി ഫില്ലറ്റ് വെൽഡിന്റെ ഡിസൈൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എന്താണോ ഗ്രൂവ് വെൽഡ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫില്ലറ്റ് വെൽഡിൽ സംഭവിക്കുന്നത്. ഗ്രൂവ് വെൽഡിൽ ഈൽഡിങ്ങിലൂടെയാണ് ഫെയിലിയർ സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഫില്ലറ്റ് വെൽഡിൽ ഈൽഡിങ് അല്ല സംഭവിക്കുന്നത്, റപ്ചർ ആണ് സംഭവിക്കുന്നത്. ദാറ്റ് ഈസ്, ഈൽഡിങ് എന്ന് പറയുന്നത് ആ മെറ്റീരിയൽ തിരിച്ചു പോകാനാവാത്ത വിധം തന്നെ അത് സ്ട്രെച്ച്ഡ് ആയി പോകുന്ന ഒരു അവസ്ഥയാണ് ഈൽഡിങ്. അത് നമ്മൾ കുറെ ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഒരുപാട് വലിഞ്ഞ് സ്ട്രെച്ച്ഡ് ആയി പോകുന്നു, ഡീഫോം ചെയ്യുന്നു ഒരുപാട്. പക്ഷെ അത് ലോഡ് റിമൂവ് ചെയ്യുമ്പോൾ അത് തിരിച്ച് പോകില്ല. ഓക്കെ, അപ്പോൾ അതിനെയാണ് ഈൽഡിങ് എന്ന് പറയുന്നത്. പക്ഷെ ഫില്ലറ്റ് വെൽഡിന്റെ കേസിൽ അങ്ങനെയല്ല, ഇവിടെ മുറിഞ്ഞ് തന്നെ പോകും. ഈ രണ്ട് പാർട്സും ഫെയിൽ ആകുമ്പോൾ ദിസ് വിൽ undergo a rupture and one part will rupture off from the another. ഒന്ന് മറ്റൊന്നിൽ നിന്നും റപ്ചർ ആയി മുറിഞ്ഞു തന്നെ പോകും. ഓക്കെ, സോ അങ്ങനെ റപ്ചർ സംഭവിക്കുന്നത് കൊണ്ട് ഇവിടെ പ്രധാനപ്പെട്ട സ്ട്രെങ്ത് പാരാമീറ്റർ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ്. ഓക്കെ, അൺലൈക്ക് ഇൻ പ്രീവിയസ് കേസ് ഇവിടെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ് പ്രധാനപ്പെട്ടത്. സോ FU or ultimate strength of the weld or parent metal ആണ് പ്രധാനപ്പെട്ട സ്ട്രെങ്ത് പാരാമീറ്റർ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, ഗ്രൂവ് വെൽഡിൽ ഇറ്റ് മേ ഫെയിൽ ബൈ ടെൻഷൻ ഓർ കംപ്രഷൻ ഓർ ഷിയർ. പക്ഷേ ഫില്ലറ്റ് വെൽഡിൽ എപ്പോഴും ഷിയർ ഫെയിലിയർ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഓക്കെ, അതും ഓർത്തിരിക്കുക. ഇനി എങ്ങനെയാണ് ഇതിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നത്? ഫില്ലറ്റ് വെൽഡിന്റെ സ്ട്രെങ്ത്, ഫില്ലറ്റ് വെൽഡ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഫില്ലറ്റ് വെൽഡ് എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ കാണുമ്പോൾ ഒരു ട്രയാങ്കുലർ ഷേപ്പിലിരിക്കും. ദ പ്ലേറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ഇന്റർസെക്ട് അറ്റ് റൈറ്റ് ആംഗിൾസ് ആൻഡ് യു വെൽഡ് അറ്റ് ദ എഡ്ജസ്. ഓക്കെ, ഇതുപോലെ ഈ കാണുന്ന പോലെയാണ് വെൽഡ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെയുള്ള ഫില്ലറ്റ് വെൽഡിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഇവിടെ എഴുതുന്നത്. VDW is equal to FULWTE divided by √3 gamma MW. അപ്പോൾ ഇതും നമുക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാം.
FU വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ് ഇവിടെ പ്രധാനപ്പെട്ട സ്ട്രെങ്ത് പാരാമീറ്റർ. LW ഇൻറ്റു TE നമുക്ക് നേരത്തെ ഇക്വേഷനിൽ തന്നെ ഉണ്ടായിരുന്നത് തന്നെയാണ്. ഓക്കെ, നേരത്തെയും ആ ഇക്വേഷൻ ഗ്രൂ വെൽഡിന്റെ ഇക്വേഷനിൽ ഇത് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഡിവൈഡഡ് ബൈ √3. √3 വരുന്ന കേസ് നമ്മൾ അവിടെയും പഠിച്ചതാണ്. ഷിയർ എപ്പോൾ വരുന്നോ അവിടെയെല്ലാം ഡിനോമിനേറ്ററിൽ √3 വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഷിയർ വരുന്ന കേസിലാണ് നമുക്ക് ഡിനോമിനേറ്ററിൽ √3 വരുന്നത്. ആൻഡ് ഇൻറ്റു ഡിനോമിനേറ്ററിൽ ഒരു ടേം കൂടെ ഉണ്ട്, ഗാമ എം ഡബ്ല്യു, അതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഓൾ അതർ ടേംസ് എക്സെപ്റ്റ് FU ആൻഡ് √3 യു ഹാവ് ഫെമിലറൈസ്ഡ് വിത്ത് ഗ്രൂ welds. Okay, LW എന്ന് പറയുന്നത് effective length of weld, T is the effective throat thickness, FU എന്ന് പറയുന്നത് ultimate strength of weld, and gamma MW is the partial safety factor for weld, which is equal to 1.5 for field weld and 1.25 for shop weld. Okay, FU LW TE divided by √3 gamma MW. Now ഇവിടെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും. അതായത് ഇവിടെ ത്രോട്ട് തിക്നെസ്, ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രൂ വെൽഡിന്റെ കേസിലുള്ള പോലെയല്ല. നമ്മൾ ഇതും ഓൾറെഡി പഠിച്ചതാണ്. ഫില്ലറ്റ് വെൽഡ് എന്ന് പറയുന്ന ഒരു ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. അതിന്റെ ഇൻസൈഡ് കോർണറിനെ വിളിക്കുന്ന പേര് റൂട്ടും സർഫസിനെ ഫേസ് എന്നും വിളിക്കും. ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് മെഷർഡ് ഫ്രം ദ റൂട്ട് ടു ദ ഫേസ് of the fillet weld is known as effective throat thickness. Okay, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വെൽഡ് ചെയ്യുമ്പോൾ വെൽഡിന്റെ രണ്ട് സൈഡ്സ് ഉണ്ടാവും. ആ സൈഡ്സിനെയാണ് വെൽഡ് സൈസ് എന്ന് പറയുന്നത്. ഈ വെൽഡ് സൈസിന്റെ 0.7 ടൈംസ് ആയിരിക്കും effective throat thickness. ഇതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. effective throat thickness is taken as 0.7 times the weld size. വെൽഡ് സൈസ് എന്ന് പറയുന്നത് എത്ര വെൽഡിന്റെ ക്രോസ് സെക്ഷന്റെ സൈഡിനെയാണ് വെൽഡ് സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, വെൽഡ് ക്രോസ് സെക്ഷന്റെ സൈഡിനെയാണ് വെൽഡ് സൈസ് എന്ന് പറയുന്നത്. സോ ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ്, വെൽഡ് സൈസ് അറിയാമെങ്കിൽ ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് ഈസ് 0.7 s. ഓക്കെ, നൗ വെൽഡ് സൈസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമുക്ക് വെൽഡ് ഡിസൈൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രൂ വെൽഡ് ആയിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് ഗ്രൂ വെൽഡ് ആണെങ്കിൽ നമുക്ക് സൈസ് ഓഫ് വെൽഡ് അല്ലെങ്കിൽ തിക്നെസ് ഓഫ് വെൽഡ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഈസ് ദ തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് എന്ന് പറഞ്ഞെടുക്കാം. അല്ലെങ്കിൽ തന്നെ ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ പാർഷ്യൽ പെനട്രേഷൻ വെൽഡ് ഒക്കെ ആണെങ്കിൽ ഇറ്റ് ഈസ് 5 times ദ തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് എന്നൊക്കെ നമ്മൾ എടുത്തു. പക്ഷേ ഇവിടെ സൈസ് കണ്ടുപിടിക്കുന്നതിന് IS കോഡ് കൃത്യമായ നിർദ്ദേശം തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? IS code says the size of the fillet weld shall not be less than 3 mm. ഫില്ലറ്റ് വെൽഡിന്റെ സൈസ് ഒരിക്കലും 3 mm കുറവാകാൻ പാടില്ല. എപ്പോഴും ചൂസ് ചെയ്യേണ്ട ഒരു സൈസ് 3 mm കൂടുതലായിരിക്കും. ഫില്ലറ്റ് വെൽഡ് ആണ് ചെയ്യുന്നത് എങ്കിൽ സൈസ് ഓഫ് വെൽഡ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 mm. ഓക്കെ, ഇനി ചില പ്രത്യേക സാഹചര്യങ്ങൾ അനുസരിച്ച് ഇതിനേക്കാളും കൂടുതലാണെങ്കിൽ അത് എത്ര കൊടുക്കണമെന്നും കൃത്യമായി IS കോഡ് പറയുന്നുണ്ട്. പേജ് നമ്പർ 78 നോക്കുക, അവിടെ ടേബിൾ 21 കൃത്യമായി പറയുന്നുണ്ട്. നമുക്ക് യോജിപ്പിക്കേണ്ട പ്ലേറ്റുകളുടെ തിക്നെസ് അറിയാമെങ്കിൽ നമുക്ക് മിനിമം സൈസ് ഓഫ് ഫില്ലറ്റ് വെൽഡ് കണ്ടുപിടിക്കാൻ പറ്റും ഈ ടേബിളിൽ നിന്ന്. ഓക്കെ, ഇപ്പൊ 2 പ്ലേറ്റ്സ് കണക്ട് ചെയ്യുകയാണെന്ന് വെക്കുക. 2 പ്ലേറ്റ്സ് ലാബ് ജോയിന്റിൽ കണക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന പോലെ പെർപെൻഡിക്കുലർ ഫേസ് വരുന്ന രീതിയിൽ കണക്ട് ചെയ്യുകയാണെന്ന് വെക്കുക. അതിൽ ഈ 2 പ്ലേറ്റുകളുടെയും വെച്ച് നോക്കുമ്പോൾ 2 പ്ലേറ്റിനെയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും തിക്നെസ് കൂടിയ പ്ലേറ്റിന്റെ കനം നമുക്കറിയായിരിക്കും. ഓക്കെ, അത് ഇവിടെ നോക്കുക. ആ റേഞ്ചിൽ വരുന്ന തിക്നെസ് ഏതാണെന്ന് ഇവിടെ പരിശോധിക്കുക. സോ തിക്നെസ് ഓഫ് ദ തിക്കർ പാർട്ട് ഏതാണെന്ന് ഇതിനകത്ത് നോക്കുക. ഇപ്പൊ 0 to 10 ആണോ, അല്ലെങ്കിൽ 10 to 20 ആണോ, അതോ 20 to 32 ആണോ, അതോ 32 to 50 ആണോ, അതോ 50യേക്കാളും മുകളിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ റേഞ്ചിൽ വരുന്ന തിക്നെസ് ഉള്ള തിക്കർ പ്ലേറ്റിന്റെ തിക്നെസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, തിന്നർ പ്ലേറ്റ് അല്ല, തിക്കർ പ്ലേറ്റിന്റെ തിക്നെസ് ഏത് റേഞ്ചിലാണ് പെടുന്നതെന്ന് നോക്കുക. ഓക്കെ, അതിൽ നിന്നും സ്യൂട്ടബിൾ ആയ സൈസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ 0 to 10 mm തിക്നെസ് ഉള്ള തിക്കർ പ്ലേറ്റ്, നമ്മുടെ 2 പ്ലേറ്റിൽ ഒരു പ്ലേറ്റിന് 10 mm തിക്നെസ് എങ്കിൽ അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ചൂസ് 3 mm ആസ് ദ മിനിമം സൈസ് ഓഫ് വെൽഡ്. ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 5 mm ഉള്ള പ്ലേറ്റിനെ നമ്മൾ 15 mm ഉള്ള ഒരു പ്ലേറ്റുമായി കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തിക്നെസ് ഓഫ് ദ തിക്കർ പ്ലേറ്റ് എന്ന് പറയുന്നത് 15 mm ആണ്. സോ 15 mm എന്ന് പറഞ്ഞാൽ 10നും 20ക്കും ഇടയിൽ വരും. അങ്ങനെയാണെങ്കിൽ അവിടെ ചൂസ് ചെയ്യേണ്ട സൈസ് ഓഫ് വെൽഡ് എന്ന് പറയുന്നത് 5 mm ആണ്. ഓക്കെ, 5 mm. സോ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഈ നോട്ട്സ് എന്ന് പറയുന്ന താഴെ എഴുതിയിട്ടുണ്ട്.
അത് വായിച്ചു നോക്കുക. എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പ്രകാരം വേണം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സൈസ് ഓഫ് വെൽഡ്. അങ്ങനെ സൈസ് ഇതിൽ നിന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് ടി ഈസ് ഈക്വൽ ടു 0.7 SL സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുള്ളത്, നമുക്കറിയാം നമ്മൾ ഡിസൈൻ ഒക്കെ ചെയ്യും. ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ഡ്രോയിങ്സിൽ വെൽഡഡ് കണക്ഷന് വേണ്ടിയുള്ള സ്ട്രക്ചറൽ ഡ്രോയിങ്ങിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകും എത്ര ദൂരം വെൽഡ് ചെയ്യണം. നമ്മൾ ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് വെൽഡിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഓക്കെ, എത്ര ദൂരമാണ് ഈ വെൽഡ് ചെയ്യേണ്ടത് എന്ന് ഡ്രോയിങ്സിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. ഡ്രോയിങ്ങിൽ എത്ര ലെങ്ത് ആണോ വെൽഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ഓക്കെ, അതാണ് ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് വെൽഡ് എന്ന് പറയുന്നത്. LW എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് വെൽഡ് ആണ്. അതാണ് നമ്മൾ ഡ്രോയിങ്സിൽ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് വെൽഡ് ആസ് പെർ ഡ്രോയിങ് എത്രയാണോ അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ വേണം നമ്മൾ ഫീൽഡിൽ കൊടുക്കേണ്ടത്. സോ ഇഫക്റ്റീവ് ലെങ്ത് പ്ലസ് 2 ടൈംസ് ദ സൈസ് ഓഫ് വെൽഡ്. ഓക്കെ, 2 ടൈംസ് ദ സൈസ് ഓഫ് വെൽഡ് കൂടെ ചേർക്കുമ്പോൾ കിട്ടുന്ന ലെങ്ത് ആണ് യഥാർത്ഥത്തിൽ സൈറ്റിൽ ചെയ്യേണ്ട ലെങ്ത് ഓഫ് വെൽഡ്. സോ ദ ആക്ച്വൽ ലെങ്ത് ഓഫ് വെൽഡ് മസ്റ്റ് ബി ഈക്വൽ ടു ദ ഇഫക്റ്റീവ് ലെങ്ത് ഗിവൺ ഇൻ ദ ഡ്രോയിങ്സ് പ്ലസ് 2 ടൈംസ് ദ വെൽഡ് സൈസ്. ഓക്കെ, അതും IS കോഡിൽ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് ലെങ്ത് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. പക്ഷേ ഇൻ പ്രാക്ടീസ് in the field you have to provide effective length plus 2 times the weld size. Okay, now what is end returns? End returns കൂടെ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഈ ഫിഗർ നോക്കുക. ഒരു വലിയ പ്ലേറ്റിന്റെ മുകളിൽ ഒരു ചെറിയ പ്ലേറ്റ് വെച്ച് വെൽഡ് ചെയ്യുകയാണ്. ഓക്കെ, വെൽഡ് ചെയ്യാണ്. നമുക്ക് ലെങ്ത് ഓഫ് വെൽഡ് നമ്മൾ ഡിസൈൻ പ്രകാരം ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിന്റെ പകുതി നമ്മൾ ഈ സൈഡിലും കൊടുത്തു, അതിന്റെ മറ്റു പകുതി ഇപ്പുറത്തെ സൈഡിലും കൊടുത്തു. അപ്പോൾ നമ്മൾ വെൽഡ് ചെയ്ത് ഈ സൈഡിൽ നിന്ന് വെൽഡ് ചെയ്ത് ഈ കോർണർ വരെ ആയിരിക്കും നമ്മൾ വെൽഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ കോർണറിന് ഇപ്പുറത്തോട്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല, കാരണം ലെങ്ത് ഓഫ് വെൽഡ് ഇതുവരെ എത്തിയപ്പോൾ അതിന് ആവശ്യമുള്ള ലെങ്ത് ആയി. ഓക്കെ, ഇവിടെയും നമ്മൾ ഈക്വൽ ആയിട്ട് കൊടുത്തു. പക്ഷേ IS കോഡ് പറയുന്നത് ഇവിടെ ഈ കോർണറിൽ ഒരിക്കലും വെൽഡ് സ്റ്റോപ്പ് ചെയ്യരുത്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് ഈ റൈറ്റ് ആംഗിൾസും കഴിഞ്ഞ് കുറച്ച് അഡീഷണൽ ലെങ്തിലും കൂടെ വെൽഡ് ചെയ്യണം. ഓക്കെ, കുറച്ച് അഡീഷണൽ ലെങ്തും കൂടെ ഈ റൈറ്റ് ആംഗിൾസിന് ശേഷം കുറച്ച് അഡീഷണൽ ലെങ്തും കൂടെ വെൽഡ് ചെയ്യേണ്ടതാണ്. അതിനെ വിളിക്കുന്ന പേരാണ് എൻഡ് റിട്ടേൺസ്. എന്ന് വെച്ചാൽ ഇതുപോലെ ലോഞ്ചിറ്റ്യൂണൽ വെൽഡ്സ് ചെയ്ത് ഒരു കോർണർ എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം പ്രൊവൈഡ് ചെയ്യേണ്ട അഡീഷണൽ ലെങ്ത് ഓഫ് വെൽഡിനെയാണ് എൻഡ് റിട്ടേൺസ് എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു IS കോഡ്, എൻഡ് റിട്ടേൺസ് എന്ന് പറഞ്ഞ ഈ അഡീഷണൽ ലെങ്ത് ഓഫ് വെൽഡ് എത്ര ദൂരമാണ് കൊടുക്കേണ്ടത്? ഇറ്റ് ഷുഡ് ബി മിനിമം 2 ടൈംസ് ദ സൈസ് ഓഫ് വെൽഡ്. വെൽഡ് സൈസ് എത്രയാണോ അതിന്റെ ട്വൈസ് വേണം ഇവിടെ കൊടുക്കേണ്ട അഡീഷണൽ ലെങ്ത്, ഓർ ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് എൻഡ് റിട്ടേൺസ്. Okay, so end returns, the fillet welds terminating at the ends or the sides of parts should be returned continuously around the corners for a distance of not less than twice the size of weld. അതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഈ പഠിച്ചതെല്ലാം വെച്ചിട്ട് 1-2 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. സോ ഇവിടെ നോക്കുക, വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇതെങ്ങനെ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം എന്ന് പഠിക്കാം. അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുവരെ പഠിച്ച കോൺസെപ്റ്റ്സ് എല്ലാം കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 Fe 410 grade plates of thickness 14 mm and 12 mm are joined by groove weld over an effective length of 150 millimeter. ഓക്കെ, രണ്ട് പ്ലേറ്റ്സ് 14 mm 12 mm ഉള്ള രണ്ട് പ്ലേറ്റ്സിനെ ഗ്രൂവ് വെൽഡ് വെച്ച് ജോയിൻ ചെയ്യുകയാണ്. ലെങ്ത് ഓഫ് വെൽഡ് 150 millimeter ആണ്. ആൻഡ് these plates are subjected to a factored tensile force of 350 kilonewton. Okay, ഈ ഫോഴ്സ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യപ്പെടുന്നത്. ചെക്ക് ദ സേഫ്റ്റി ഓഫ് ദി ജോയിന്റ്. ഈ ജോയിന്റ് സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് കേസ് ആയിട്ട് ഇതിനെ സ്റ്റഡി ചെയ്യണം. ഒന്നെന്ന് പറയുന്നത് എ സിംഗിൾ വി ഗ്രൂവ് വെൽഡ് ആൻഡ് ദ സെക്കൻഡ് ഈസ് എ ഡബിൾ വി ഗ്രൂവ് വെൽഡ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഒരു സിംഗിൾ വി ഗ്രൂവ് വെൽഡ് ആയിട്ടും ഡബിൾ വി ഗ്രൂവ് വെൽഡ് ആയിട്ടും നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു സിംഗിൾ വി ഗ്രൂവ് എന്ന് പറയുന്നതും ഡബിൾ വി ഗ്രൂവ് എന്ന് പറയുന്നത് കൊണ്ട് ഈ സിംഗിളിനെ നമ്മൾ പാർഷ്യൽ പെനിട്രേഷൻ വെൽഡ് ആയിട്ട് അസ്യൂം ചെയ്യാം. ഡബിൾ വി ഗ്രൂവ് രണ്ട് വശങ്ങളിൽ നിന്ന് വെൽഡ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് അതിനെ കംപ്ലീറ്റ് പെനിട്രേഷൻ വെൽഡ് ആക്കിയും നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ട് കേസായി, ഒന്ന് പാർഷ്യൽ പെനിട്രേഷൻ വെൽഡും ഒന്ന് കംപ്ലീറ്റ് പെനിട്രേഷൻ വെൽഡും. ഓക്കെ, സോ ഇത് ഗ്രൂവ് വെൽഡ് ആണ്. എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്ന് നോക്കാം.
നമുക്ക് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ഗ്രൂവ് വെൽഡ് ഇൻ ടെൻഷൻ നമുക്കുള്ള ഫോർമുല നമുക്കറിയാം. ഓക്കെ, സോ ഇവിടെ നോക്കുക, ഗ്രൂവ് വെൽഡ് DW സബ്ജക്റ്റഡ് ടു ടെൻഷൻ, നമുക്ക് ടെൻസൈൽ ഫോഴ്സ് ആണ് വരുന്നത്. FyLWT ഡിവൈഡഡ് ബൈ ഗാമ MW. ഓക്കെ, FyLWT ഡിവൈഡഡ് ബൈ ഗാമ MW. ആ ഇക്വേഷൻ എഴുതി വെക്കുക. ഓക്കെ, അതിനകത്ത് ഓരോ ടേംസും എന്താണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഫസ്റ്റ് ഈസ് FY ഈസ് ഈക്വൽ ടു, FI എന്ന് പറഞ്ഞാൽ ഈൽഡ് സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് അല്ലെങ്കിൽ വെൽഡിന്റെ ഈൽഡ് സ്ട്രെങ്ത് ആണ്. നമുക്ക് ഈൽഡ് സ്ട്രെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? നമുക്ക് ആകെ തന്നിരിക്കുന്ന പ്ലേറ്റ് എന്ന് പറയുന്നത് FE 410 ഗ്രേഡ് പ്ലേറ്റ് ആണെന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, FE 410 ഗ്രേഡിൽ ഈ 410 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് ആണ്, പ്ലേറ്റിന്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോഴും നമുക്ക് ഈൽഡ് സ്ട്രെങ്ത് അറിയില്ല, നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈൽഡ് സ്ട്രെങ്ത് എവിടെ നിന്നെങ്കിലും കണ്ടുപിടിക്കണം. സോ അതിനു വേണ്ടി റെഫർ ചെയ്യേണ്ട കോഡാണ് IS 2062. ഇപ്പം നിങ്ങൾ അത് റെഫർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. IS 2062 പറയുന്നത് പ്രകാരം FE 410 ഗ്രേഡ് പ്ലേറ്റ്സിന് സാധാരണ 20 mm തിക്നെസ്സിനെക്കാളും കുറവുള്ള പ്ലേറ്റുകളാണെങ്കിൽ അവയുടെ മിനിമം ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 250 Nm/mm² ആണെന്ന് ഈ പറയുന്ന IS 2062 പറയുന്നു. 2062 എന്ന് പറയുന്നത് ഹോട്ട് റോൾഡ് സ്റ്റീൽ സെക്ഷൻസിന് വേണ്ടി ഇറക്കിയിരിക്കുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡാണ്. അതിനകത്ത് പറയുന്നുണ്ട്, ഓക്കെ, FE 410 ഗ്രേഡ് പ്ലേറ്റ്സ് ഓഫ് തിക്നെസ് ലെസ് ദാൻ 20 mm will have a minimum yield strength ആണ്. ഓക്കെ, മിനിമം yield strength 250 Nm/mm² ആണെന്ന് അത് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കും മിനിമം ഈ 250 ആയതുകൊണ്ട് നമുക്ക് 250 തന്നെ ഉണ്ടാവും എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ വി ആർ അസ്യൂമിങ് ദ yield strength of weld or plate as 250 Nm/mm² as per IS 2062. ഓക്കെ, സോ തന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അസംഷൻസ് ഒക്കെ എടുക്കാം. ഇനി അടുത്ത സെക്കൻഡ് ടേം ഈസ് LW, ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് വെൽഡ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 150 mm. ഓക്കെ, ഇനി അടുത്തത് ഗാമ MW പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ വെൽഡ്. അത് നമുക്ക് അസ്യൂം ചെയ്യാം, ഇതൊരു ഷോപ്പ് വെൽഡ് ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1.25. ഇത് ടേബിൾ 5-ൽ IS കോഡിൽ പറയുന്നതാണ്. അതും കാണാതെ പഠിക്കണമെന്നില്ല, പക്ഷെ ഓർത്തിരുന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാം. ഓക്കെ, ശരി, ഗാമ MW. ഇനിയുള്ള ലാസ്റ്റ് ടേം TE ആണ്. TE ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ്. അപ്പോൾ ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് ആണെങ്കിൽ, ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് വരുമ്പോഴാണ് നമുക്ക് വ്യത്യാസം വരുന്നത്. ഓക്കെ, നമ്മൾ രണ്ട് കേസായിട്ടാണ് സ്റ്റഡി ചെയ്യാൻ, ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പാർഷ്യൽ പെനിട്രേഷൻ ആണോ കംപ്ലീറ്റ് പെനിട്രേഷൻ ആണോ, ഇത് രണ്ടിലും രണ്ട് കേസിനും ആപ്ലിക്കബിൾ ആയ രീതിയിൽ ചെക്ക് ചെയ്യണം. അപ്പോൾ പാർഷ്യൽ പെനിട്രേഷൻ ആണെങ്കിൽ ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ്സിന് ഉള്ള ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് ആയിരിക്കില്ല കംപ്ലീറ്റ് പെനിട്രേഷൻ വെൽഡ് ചെയ്യുമ്പോൾ. ഓക്കെ, പാർഷ്യൽ പെനിട്രേഷൻ വെൽഡ് ആണെങ്കിൽ നമുക്ക് ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത് IS കോഡ്, നമ്മൾ IS കോഡിൽ പറയുന്നില്ല, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പ്രകാരം പാർഷ്യൽ പെനിട്രേഷൻ വെൽഡ് ആണെങ്കിൽ ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് ഷുഡ് ബി ടേക്കൺ ആസ് അപ്രോക്സിമേറ്റ്ലി 5/8 ടൈംസ് തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് എന്നാണ്. ഓക്കെ, സോ പാർഷ്യൽ പെനിട്രേഷൻ വെൽഡ് ആണെങ്കിൽ 5/8 ടൈംസ് ദ തിക്നെസ് ഓഫ് ദ പ്ലേറ്റ്. ആൻഡ് കംപ്ലീറ്റ് പെനിട്രേഷൻ വെൽഡ് ആണെങ്കിൽ തിക്നെസ് ഓഫ് ദ തിന്നർ പ്ലേറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. കംപ്ലീറ്റ് പെനിട്രേഷൻ വെൽഡ് ആണെങ്കിൽ തിക്നെസ് ഓഫ് ദ തിന്നർ പ്ലേറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇവിടെ രണ്ട് പ്ലേറ്റും ഡിഫറെന്റ് തിക്നെസ് ആണ്. അപ്പോൾ തിന്നർ പ്ലേറ്റ് എന്ന് പറയുന്നത് 12 mm ആണ്. പാർഷ്യൽ പെനിട്രേഷൻ വെൽഡ് ആണെങ്കിൽ 5/8 ടൈംസ് ദ തിക്നെസ് ഓഫ് ദ പ്ലേറ്റ്. ഏത് പ്ലേറ്റ്? തിന്നർ പ്ലേറ്റിന്റെ വേണം എടുക്കാൻ. ഓക്കെ, സോ 5/8 into 12 ആണ് ചെയ്യുന്നത്. യു വിൽ ഗെറ്റ് ഇറ്റ് as 7.5 mm. ഓക്കെ, സോ ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് ഫോർ പാർഷ്യൽ പെനിട്രേഷൻ ആൻഡ് കംപ്ലീറ്റ് പെനിട്രേഷൻ വെൽഡും കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് പാർഷ്യൽ പെനിട്രേഷൻ ആൻഡ് കംപ്ലീറ്റ് പെനിട്രേഷൻ വെൽഡ് നമുക്ക് സെപ്പറേറ്റ്ലി ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ പാർഷ്യൽ പെനിട്രേഷൻ വെൽഡ് ആണെങ്കിൽ മറ്റെല്ലാ ടേംസും, ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് ഒഴിച്ച് മറ്റെല്ലാ ടേംസും ഈ കൊടുത്തിരിക്കുന്ന വാല്യൂസ് തന്നെയാണ്. ഓക്കെ, ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് മാത്രം 7.5 ആണ് പാർഷ്യൽ പെനിട്രേഷൻ വെൽഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. കംപ്ലീറ്റ് പെനിട്രേഷൻ വെൽഡ് ആണെങ്കിൽ FY LW ഗാമ MW എല്ലാം സെയിം തന്നെയാണ് നേരത്തെ പോലെ, ബട്ട് എക്സെപ്റ്റ് TE ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് ഈസ് 12 mm. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2,25,000 ന്യൂട്ടൺ അല്ലെങ്കിൽ 225 kN എന്ന് കിട്ടും. പാർഷ്യൽ പെനിട്രേഷൻ വെൽഡിന്റെ സ്ട്രെങ്ത് ആണ് 225 kN. ആൻഡ് കംപ്ലീറ്റ് പെനിട്രേഷൻ വെൽഡിന്റെ ആണെങ്കിൽ 3,60,000 ന്യൂട്ടൺ അല്ലെങ്കിൽ 360 kN.
എന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ പാർഷ്യൽ പെനട്രേഷൻ വെൽഡിന്റെ സ്ട്രെങ്ത് കുറവാണ്, കംപ്ലീറ്റ് പെനട്രേഷൻ വെൽഡിന്റെ സ്ട്രെങ്ത് കൂടുതലാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന പ്രകാരം ഇത് റെസിസ്റ്റ് ചെയ്യേണ്ട ഫോഴ്സ്, ടെൻസൈൽ ഫോഴ്സ് 350 കിലോ ന്യൂട്ടൺ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പാർഷ്യൽ പെനട്രേഷൻ വെൽഡിന് ആകെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 225 കിലോ ന്യൂട്ടണേ ഉള്ളൂ. ഇറ്റ് ഈസ് ലെസ് ദാൻ 350 കിലോ ന്യൂട്ടൺ. ഓക്കെ, നമുക്ക് റെസിസ്റ്റ് ചെയ്യേണ്ട 350 കിലോ ന്യൂട്ടൺ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്ന ഫോഴ്സ്. ഓക്കെ, ഈ പ്ലേറ്റുകൾ ദീസ് പ്ലേറ്റ്സ് ആർ സബ്ജക്റ്റഡ് ടു എ ഫാക്ടർ ടെൻസൈൽ ഫോഴ്സ് ഓഫ് 350 കിലോ ന്യൂട്ടൺ. പക്ഷെ അതിനേക്കാളും കുറവാണ് പാർഷ്യൽ പെനട്രേഷൻ വെൽഡ് ആണെങ്കിലുള്ള സ്ട്രെങ്ത്. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് പെനട്രേഷൻ വെൽഡ് ചെയ്യുമ്പോൾ സ്ട്രെങ്ത് കൂടുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലേ? ഓക്കെ, സോ പാർഷ്യൽ പെനട്രേഷൻ വെൽഡ് ഈസ് നോട്ട് സേഫ് ഇൻ ട്രാൻസ്മിറ്റിംഗ് ദിസ് ഫോഴ്സ്. പക്ഷേ ഫുൾ പെനട്രേഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് പെനട്രേഷൻ വെൽഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇറ്റ് ഈസ് 360 കിലോ ന്യൂട്ടൺ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ദി ഗിവൺ ഫോഴ്സ്. 350യേക്കാളും കൂടുതലാണ്. ഹെൻസ് ദിസ് ഈസ് എ സേഫ് കണക്ഷൻ. ഓക്കെ, പാർഷ്യൽ പെനട്രേഷൻ വെൽഡ് ഈസ് സേഫ്, ബട്ട് partial penetration weld is unsafe and complete penetration weld is safe. Okay, so ഇതാണ് welded കണക്ഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ സോൾവ് ചെയ്തത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു വെൽഡഡ് കണക്ഷനെ ഡിസൈൻ ചെയ്യാം. ഓക്കെ, നമുക്ക് മറ്റ് ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്ത് തന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചില അസംഷൻസ് എടുക്കുക, മറ്റ് പാരാമീറ്റേഴ്സ്, തന്ന പാരാമീറ്റേഴ്സ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ തരാത്ത പാരാമീറ്റേഴ്സ് പലതും നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം കേട്ടോ. തരാത്തതെല്ലാം അസ്യൂം ചെയ്യാം. നമുക്കറിയാവുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാം ഈ പറയുന്ന വെൽഡ് സേഫ് ആണോ സേഫ് അല്ലയോ. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് എക്സാമ്പിൾ. ഇനി സെക്കൻഡ് എക്സാമ്പിൾ നമുക്ക് സോൾവ് ചെയ്യാം. ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, numerical example 2, a tie member in a truss girder is 250 mm into 14 mm size. അപ്പോൾ ഇതൊരു ടൈ മെമ്പർ ആണെന്നാണ് പറയുന്നത്. ടൈ മെമ്പർ ഇൻ എ ട്രസ് ഗേർഡർ, ഒരു വലിയ ഗേർഡറിൽ ഉപയോഗിക്കുന്ന ഒരു ടൈ മെമ്പറാണ്. ടൈ മെമ്പർ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കേണ്ടത് ദിസ് ഈസ് സബ്ജക്റ്റഡ് ടു ടെൻസൈൽ ഫോഴ്സ്. ടെൻസൈൽ ഫോഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, ടൈ മെമ്പർ ആണ്. അതിൻ്റെ ക്രോസ് സെക്ഷൻ 250 into 14 mm ആണ്. 250 വിഡ്ത്തും 14 തിക്നെസ്സും ആണ്. സോ ദിസ് ലുക്സ് ലൈക്ക് എ പ്ലേറ്റ്. ഒരു പ്ലേറ്റ് ആണെന്ന് തന്നെ പറയാം നമുക്ക്. ഓക്കെ, ഒരു പ്ലേറ്റിൻ്റെ സൈസ് പോലെയാണ്. ഓക്കെ, ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. 250 വിഡ്ത്തും 14 mm തിക്നെസ്സും. വെൽഡഡ് ടു എ 10 mm തിക്ക് ഗസറ്റ് പ്ലേറ്റ്. അപ്പോൾ ഈ ടൈ മെമ്പർ മറ്റൊരു ഗസറ്റ് പ്ലേറ്റിന്റെ മുകളിൽ വെച്ച് വെൽഡ് ചെയ്യുകയാണ്. ആ ഗസറ്റ് പ്ലേറ്റിന്റെ തിക്നെസ് എത്രയാണ്? 10 mm. ഓക്കെ, ഇനി എങ്ങനെയാണ് വെൽഡ് ചെയ്യുന്നത്? വിത്ത് ആൻ ഓവർലാപ്പ് ഓഫ് 300 mm. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പ്രോബ്ലത്തിന്റെ ക്രക്സ്. മനസ്സിലായല്ലോ? എന്തെന്ന് വെച്ചാൽ ഇവിടെ ഓവർലാപ്പ് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഫിഗർ നോക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ഗസറ്റ് പ്ലേറ്റ് ഉണ്ട്. ഗസറ്റ് പ്ലേറ്റ് ഈ ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പിൽ ഇരിക്കുന്ന പ്ലേറ്റ് ആണ്. അതിന്റെ പുറത്ത് നമ്മൾ ഈ ടൈം മെമ്പർ വെച്ചിട്ട് ഒരു ഓവർലാപ്പ് പറയുന്നുണ്ട്. 300 mm ഓവർലാപ്പ് പറയുന്നുണ്ട്. ഓക്കെ, എന്നിട്ടാണ് വെൽഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഒരേ പ്ലെയിനിലല്ല ഇത് വെൽഡ് ചെയ്യുന്നത്. ഹെൻസ് ദിസ് ഇസ് എ ഫില്ലറ്റ് വെൽഡ്. ഓക്കെ, ഈ വെൽഡ് ഫില്ലറ്റ് വെൽഡ് ആണ്. ഫില്ലറ്റ് വെൽഡ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷെ നമുക്ക് മനസ്സിലാകാനുള്ള ക്ലൂ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഫില്ലറ്റ് വെൽഡ്. ഇനി പറഞ്ഞിരിക്കുന്നത് ഡിസൈൻ ദ വെൽഡ് ഇഫ് ഇറ്റ് ട്രാൻസ്മിറ്റ്സ് എ ഫാക്ടേർഡ് ഫോഴ്സ് ഓഫ് 650 കിലോ ന്യൂട്ടൺ. നമ്മൾ റെസിസ്റ്റ് ചെയ്യേണ്ട ഫോഴ്സ്, നമുക്ക് ഇവിടെ വെൽഡ് ചെയ്യുമ്പോൾ ഈ വെൽഡ് റെസിസ്റ്റ് ചെയ്യേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് 650 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യും? അപ്പോൾ വെൽഡഡ് കണക്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ ഒരു ഫിഗർ വരച്ച് വയ്ക്കുക, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി അതിൻ്റെ പുറത്ത് ഈ പ്ലേറ്റ് വെക്കുകയാണ്. പ്ലേറ്റിൻ്റെ വിഡ്ത്ത് 250 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. തിക്നെസ് ആണ്. തിക്നെസ് നമുക്ക് കാണാൻ പറ്റില്ല. ഒരു സൈഡിൽ നിന്ന് നോക്കിയാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, സൈഡിൽ നിന്നുള്ളത് കാണാൻ വേണ്ടി നമ്മളൊരു ക്രോസ് സെക്ഷണൽ ഫിഗറും കൂടെ വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഇത് ടൈ മെമ്പർ, ഇത് ഗസറ്റ് പ്ലേറ്റ്. അപ്പോൾ ടൈ മെമ്പറിന്റെ 14 mm തിക്നെസ് നമുക്ക് ഈ ക്രോസ് സെക്ഷനിൽ കാണാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് 14 mm തിക്ക് ആൻഡ് ഗസറ്റ് പ്ലേറ്റ് 10 mm തിക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതും മാർക്ക് ചെയ്യുക. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡിസൈൻ എ ഫില്ലറ്റ് വെൽഡ്. ഫില്ലറ്റ് വെൽഡ് ആണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഫില്ലറ്റ് വെൽഡിന്റെ ഇക്വേഷൻ എടുക്കുക.
Fillet weldന്റെ equation എന്താണ്? It fails only in shear. Design strength is given by VDW is equal to FU LW TE divided by root 3 gamma MW. ഓക്കെ, ആ ഇക്വേഷൻ ഇവിടെ എഴുതുക. ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ഫില്ലറ്റ് വെൽഡ്. ഇവിടെ അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് കണ്ടുപിടിക്കുന്നു, അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സിനെക്കാളും സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട കാര്യം, ഇതൊരു ഡിസൈൻ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡിസൈൻ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ വെൽഡിന്റെ ചില പാരാമീറ്റേഴ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല. ചിലതൊക്കെ അസ്യൂം ചെയ്യേണ്ടി വരും, ചിലതൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലെ നമ്മളിപ്പോൾ എഴുതിയ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ഫില്ലറ്റ് വെൽഡിലെ പ്രധാനപ്പെട്ട ടേംസ് ഏതൊക്കെയെന്ന് നോക്കിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഡേറ്റയുണ്ട്, എന്തൊക്കെ അസ്യൂം ചെയ്യണം, എന്തൊക്കെ കണ്ടുപിടിക്കണം, അതെല്ലാം മനസ്സിലാക്കണം. ഓക്കെ, ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ഫില്ലറ്റ് വെൽഡ് VDW is equal to FULWT divided by root 3 gamma MW. ഓക്കെ, ഇനി അതിനകത്ത് ഫസ്റ്റ് ടേം നോക്കുക, FU. എന്താണ് FU? FU ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഈ തന്നിരിക്കുന്ന ടൈം മെമ്പറും ഗസറ്റ് പ്ലേറ്റും ഏത് പ്ലേറ്റ് ആണ്, എന്ത് ഗ്രേഡ് ഓഫ് പ്ലേറ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഓക്കെ, സോ ലെറ്റ് us assume that the plate is Fe410 ഗ്രേഡ് പ്ലേറ്റ്. ഓക്കെ, Fe410 ഗ്രേഡ് പ്ലേറ്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. 410 എന്ന് പറയുന്നത് അതിന്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ്. ഹെൻസ് FU is equal to 410 Newton per millimeter square. അപ്പോൾ ഫസ്റ്റ് ടേം ആയി. ഇനി അടുത്ത LW, ലെങ്ത് ഓഫ് വെൽഡ്, അത് തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. പക്ഷെ അതാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഡിസൈൻ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത വാട്ട് ഈസ് ഗാമ MW, അത് തന്നിട്ടുണ്ടോ? ഇല്ല. സോ ലെറ്റ് us assume that it is a ഷോപ്പ് വെൽഡ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഷോപ്പ് വെൽഡ് ആണെങ്കിൽ 1.25 ആണ് ഗാമ MW. ഇനി അടുത്ത നെക്സ്റ്റ് ടേം എന്താണ്? TE. TE എന്ന് പറയുന്നത്, സിൻസ് ദിസ് ഈസ് എ ഫില്ലറ്റ് വെൽഡ്, ഫില്ലറ്റ് വെൽഡിന്റെ TE നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.7 S, where S is the size of weld. ഓക്കെ, വെൽഡിന്റെ സൈസ് ആണ് S. ഇനി എന്താണ് S? S ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അതും നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടതാണ്. എങ്ങനെ ഡിസൈൻ ചെയ്യും? ഫില്ലറ്റ് വെൽഡിന്റെ സൈസ് ഓഫ് വെൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒരു ടേബിൾ ഉണ്ട്, ടേബിൾ 21. ഈ ടേബിൾ നിങ്ങൾ പേജ് നമ്പർ 78 എടുക്കുക. IS കോഡിൽ ഇതേ ടേബിൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ തിക്നെസ് ഓഫ് ദ തിക്കർ പ്ലേറ്റ് അറിയാമെങ്കിൽ നമുക്ക് സൈസ് ഓഫ് വെൽഡ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ ഉള്ള പ്ലേറ്റിൽ ഏറ്റവും തിക്നെസ് കൂടിയ പ്ലേറ്റ് ഏതാണ്? 14 mm തിക്ക് ടൈ മെമ്പർ ആണ് ഏറ്റവും കനം കൂടിയ പ്ലേറ്റ്. ഓക്കെ, 14 mm. അപ്പോൾ തിക്നെസ് ഓഫ് ദ തിക്കർ പ്ലേറ്റ് എന്ന് പറയുന്നത് 10 mm നും 20 mm നും ഇടയ്ക്കായതുകൊണ്ട് മിനിമം തിക്നെസ് ഓഫ് അല്ലെങ്കിൽ മിനിമം സൈസ് ഓഫ് വെൽഡ് 5 mm ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അക്കോർഡിംഗ് ടു ദിസ് ടേബിൾ. അപ്പോൾ S is equal to minimum 5 mm. മിനിമം 5 ആയതുകൊണ്ട് ഞാൻ 6 mm കൊടുക്കുന്നു. മിനിമം 5 എന്ന് പറഞ്ഞാൽ 5 5-നേക്കാളും കൂടുതലോ കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഞാനിവിടെ 6 mm ആണ് കൊടുക്കുന്നത്. ഓക്കെ, 6 mm ഈ പറഞ്ഞ ടേബിളിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ S is equal to 6 mm. Hence I can find out effective throat thickness TE is equal to 0.7 S. That is 0.7 into 6 is equal to 4.2 mm. അപ്പോൾ ഇത്രയും ടേംസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കാനുള്ളത് LW ആണ്, ലെങ്ത് ഓഫ് വെൽഡ് അറിയില്ല. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ നോക്കുക. ഇതിലെ എല്ലാ ടേംസിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു എക്സെപ്റ്റ് VDW എന്ന് പറഞ്ഞാൽ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ഫില്ലറ്റ് വെൽഡ്. നമുക്ക് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ഫില്ലറ്റ് വെൽഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. എങ്ങനെ? ഇറ്റ് ട്രാൻസ്മിറ്റ്സ് എ ഫാക്ടേർഡ് ഫോഴ്സ് ഓഫ് 650 kN ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 650 kN ആണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ വെൽഡ് പരമാവധി റെസിസ്റ്റ് ചെയ്യേണ്ട ഫോഴ്സ് 650 kN ആണ്. ഓക്കെ, സോ VDW 650 kN ആണെന്ന് നമുക്ക് എടുക്കാം. എന്നിട്ട് ഈ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ടേംസ് എല്ലാം കൂടെ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡൂയിങ് നൗ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഓൾ ദ ടേംസ് ഇൻ ദിസ് above equation. VDW-ന്റെ സ്ഥാനത്ത് 650 kN ഇടുന്നു. കിലോന്യൂട്ടണിനെ ന്യൂട്ടണിൽ വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. 650 into 10⁻³ is equal to FU is 410 Newton per millimeter square. LW എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, അൺനോൺ ആണ്. ഓക്കെ, അത് LW ആയിട്ട് തന്നെ എടുക്കുക. ഇൻറ്റു TE effective throat thickness നമ്മൾ കണ്ടുപിടിച്ച 4.2 mm divided by √3 substitute ചെയ്യുക, divided by √3 into gamma MW, that is 1.25. Okay, so we know LW, length of weld,
Okay, we have everything except length of weld. Okay, LW ഒഴിച്ച് നമുക്ക് ബാക്കിയെല്ലാം അറിയാം. അപ്പോൾ LW കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. LW ഒഴിച്ച് ബാക്കി എല്ലാ ടേംസും അറിയാം. സോ LWനെ കണ്ടുപിടിക്കാം ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതിനെല്ലാം റീ അറേഞ്ച് ചെയ്യുക. LW ഈസ് ഈക്വൽ ടു 650 ഇൻറ്റു 10⁻³ ഇൻറ്റു √3 ഇൻറ്റു 1.25 ദ ഹോൾ ഡിവൈഡഡ് ബൈ 410 ഇൻറ്റു 4.2. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 817.24 millimeter എന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് വെൽഡ്. അപ്പോൾ അത്രയും ദൂരമാണ് നമ്മളിവിടെ വെൽഡ് ചെയ്യാൻ. അപ്പോൾ ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ മറ്റൊരു പ്ലേറ്റ് വെച്ചിട്ട് ഈ സൈഡെല്ലാം നമ്മൾ വെൽഡ് ചെയ്യും. എത്ര ദൂരം വെൽഡ് ചെയ്യണം? ഈ ലെങ്തിന് വേണം വെൽഡ് ചെയ്യാൻ. ഓക്കെ, സോ 817 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൃത്യമായ ഡെസിമൽ പ്ലേസ് വരെ ഒന്നും നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു റൗണ്ട് ഇറ്റ് ഓഫ്. ഓക്കെ, നമുക്ക് ഫീൽഡ് ചെയ്യുമ്പോൾ അതൊരു റൗണ്ട് ഫിഗറിലാണ് നമ്മൾ വെൽഡ് ലെങ്ത് എക്സ്പ്രസ് ചെയ്യേണ്ടത്. സോ 817നെ യു ക്യാൻ റൗണ്ട് ഇറ്റ് ടു 820 millimeter. ഓക്കെ, എന്നിട്ട് ഇതിനെ എങ്ങനെ പ്രൊവൈഡ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത പ്രകാരം നമ്മൾ 6 mm തിക്ക് വെൽഡ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത് നമ്മളിവിടെ ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഡിസൈനിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയേണ്ട രണ്ട് കാര്യം, ഒന്ന് എത്ര സൈസിലുള്ള വെൽഡാണെന്നും എത്ര ദൂരമാണ് വെൽഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വർക്കറിന്, ഒരു ഫാബ്രിക്കേഷൻ വർക്കറിന് ആ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് വി ഡു നൗ. ഫൈനലി ഒരു ഡ്രോയിങ് വരയ്ക്കിയത് ഇതുപോലെ. അതിനകത്ത് 6 mm ഫില്ലറ്റ് വെൽഡ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ പ്രൊവൈഡ് 6 mm ഫില്ലറ്റ് വെൽഡ് ഓവർ ആൻ ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് 820 millimeter ആസ് ഷോൺ ഹിയർ. ഓക്കെ, 820 millimeterന് എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം? അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ പ്ലേറ്റിന്റെ വിഡ്ത്ത് 250 ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. 250 mm ആണ് ടൈ മെമ്പറിന്റെ പ്ലേറ്റ്. സോ 250 millimeter പോയിട്ട് ബാക്കി ലെങ്ത് ഇരുവശങ്ങളിലും ഈക്വൽ ആയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ അത് എത്ര വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ്, നമുക്ക് മൊത്തം 820 millimeter ആണെന്ന് നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഓക്കെ, 820 millimeter വെൽഡ് ചെയ്യണം. അതിൽ 250 millimeter ഇവിടെ ഈ എഡ്ജിൽ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പം അതിന് എന്ത് ചെയ്യണം? 820 മൈനസ് 250 ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ആൻസർ കിട്ടും. ആ ആൻസറിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. കാരണം ഒന്ന് ഈ സൈഡിലും ഒന്ന് ഈ സൈഡിലും നമ്മൾ ഈക്വൽ ആയിട്ട് കൊടുക്കാനാണ്. ഓക്കെ, ആൻഡ് ഹെൻസ് യു വിൽ ഗെറ്റ് ഇറ്റ് ഈസ് 285. അപ്പോൾ ഈ സൈഡിലും 285 millimeter, ഈ സൈഡിൽ 285 millimeter, ആൻഡ് ദിസ് സൈഡ് ഈസ് 250 millimeter. അപ്പോൾ ഇത്രയും ദൂരം വെൽഡ് ചെയ്യുമ്പോൾ ഇൻ ടോട്ടൽ യു വിൽ ഗെറ്റ് 820 millimeter. സോ ഇങ്ങനെയാണ് ആ ഡ്രോയിങ്ങിൽ സ്പെസിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു ഡിസൈൻ എ വെൽഡ്. വളരെ ഈസിയാണ്. ഇതിനകത്ത് ആകെ പഠിക്കേണ്ടി വരുന്നത് ഈ ഒരു ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ IS കോഡിൽ തന്നെ പറയുന്നുണ്ട്. കുറച്ചും കൂടി എളുപ്പമാക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാതെ പഠിക്കാവുന്നതേ ഉള്ളൂ. IS കോഡിൽ കൺസേൺഡ് ക്ലോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ നോക്കി തന്നെ പരീക്ഷയ്ക്ക് എഴുതാം. ഓക്കെ, ഇനി ഫൈനൽ ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ എക്സാമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആണ്. നമുക്ക് അതും കൂടെ ഒന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ട് നിർത്താം. Calculate the safe load transmitted by a shop welded joint if the size of weld is 6 millimeter and the length is 330 millimeter. ഇതിനകത്ത് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് ആകെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. സേഫ് ലോഡ് കണ്ടുപിടിക്കണം. ഒരു ഷോപ്പ് വെൽഡഡ് ജോയിന്റ് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ് ലോഡ് കണ്ടുപിടിക്കണം. അവിടെ ഉപയോഗിക്കുന്ന വെൽഡ് സൈസ് എന്ന് പറയുന്നത് 6 millimeter ആണെന്ന് പറയുന്നുണ്ട്. വെൽഡ് ലെങ്ത് എന്ന് പറയുന്നത് 330 millimeter എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വെൽഡ് എന്താണെന്ന് ഇതുവരെയും നമുക്ക് മനസ്സിലായില്ല അല്ലേ? ഏത് ടൈപ്പ് ഓഫ് വെൽഡ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും എളുപ്പം വി അസ്യൂം ദ വെൽഡ് ഈസ് ഓഫ് ഫില്ലറ്റ് ടൈപ്പ്. ഫില്ലറ്റ് വെൽഡ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ഫില്ലറ്റ് വെൽഡ് ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഫില്ലറ്റ് വെൽഡിന്റെ ഇക്വേഷൻ എഴുതാലോ. VDW = FULWTE / √3 γ/MW. അപ്പോൾ ആ ഫോഴ്സ് അല്ലെങ്കിൽ ദ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ഫില്ലറ്റ് വെൽഡ് ആണ് സേഫ് ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട സേഫ് ലോഡ് എന്ന് പറയുന്നതും അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും എന്നറിയാം. അപ്പോൾ അതിനു വേണ്ടി ഓരോ ടേംസും എടുക്കുക. FU നമുക്കറിയാമോ? ക്വസ്റ്റ്യനിൽ ഏത് ഗ്രേഡ് ഓഫ് പ്ലേറ്റ് ആണെന്ന് തന്നിട്ടില്ല. അപ്പോൾ അസ്യൂം ഇറ്റ് ടു ബി FE 410 ഗ്രേഡ് പ്ലേറ്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. സോ FU = 410 Nm/mm². ഇനി അടുത്ത LW ലെങ്ത് ഓഫ് വെൽഡ്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 330 mm. ഓക്കെ,
ഇനി അടുത്ത ഗാമ എം ഡബ്ല്യു ഷോപ്പ് വെൽഡ് ആണെന്ന് പറയുന്നത് കൊണ്ട് 1.25 എന്ന് എടുക്കുക. ഇനി അടുത്ത ലാസ്റ്റ് ടേം ടിഇ ഫില്ലറ്റ് വെൽഡ് ആയതുകൊണ്ട് ടിഇ ഈസ് ഈക്വൽ ടു 0.7 എസ്. എന്താണ് എസ്? എസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സൈസ് ഓഫ് വെൽഡ് 6 mm ആണെന്ന് തന്നിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടിഇ കണ്ടുപിടിക്കാം. ടിഇ ഈസ് ഈക്വൽ ടു 0.7 ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു 4.2 millimeter. ഓക്കെ, അപ്പോൾ എല്ലാ ടേംസും നമുക്ക് അറിയാം, കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതിനെ ഒറിജിനൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സേഫ് ലോഡ് കിട്ടും. സോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ സേഫ് ലോഡ് ഈസ് ഈക്വൽ ടു VDW ഈസ് ഈക്വൽ ടു FU is 410, LW is 330, LTE is 4.2 divided by root 3, gamma MW is 1.25. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് കിട്ടും 262.50 kilonewton. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇതിനകത്തുള്ള പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും വളരെ തറവായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.